ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ടു എ ഡ്രീം ക്ലാസ് റൂം. ഇന്ന് നമ്മൾ ഇൻട്രഡക്ഷൻ ടു സോഷ്യോളജി സെക്കൻഡിലെ ബ്ലോക്ക് 2-ലെ യൂണിറ്റ് 5-ലേക്കാണ് കിടക്കുന്നത്. യൂണിറ്റ് 5 ഇൻ്റർപ്രറ്റീവ് സോഷ്യോളജി. ഇൻ്റർപ്രറ്റീവ് സോഷ്യോളജി എന്താണ്? വാട്ട് ഈസ് മീൻ ബൈ ഇൻ്റർപ്രറ്റീവ് സോഷ്യോളജി? എന്താണ് ഇൻ്റർപ്രറ്റീവ് സോഷ്യോളജി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇൻ്റർപ്രറ്റീവ് എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിക്കുക. അപ്പോൾ ഇൻ്റർപ്രറ്റീവ് സോഷ്യോളജി പറഞ്ഞാൽ എന്താ? സോഷ്യോളജിയെ വ്യാഖ്യാനിക്കുക. അപ്പോൾ നമുക്ക് ഇൻ്റർപ്രറ്റീവ് സോഷ്യോളജിയിലെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ ആണ് എടുക്കുന്നത് കേട്ടോ. ഇൻ്റർപ്രറ്റീവ് സോഷ്യോളജിയിലെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ. സോഷ്യോളജിയെ കുറിച്ചുള്ള മീനിങ്സും ഡെഫിനിഷനും ആണ് പറയുന്നത്. അപ്പോൾ സോഷ്യോളജിയെ വ്യാഖ്യാനിക്കുന്നത് ഏത് രീതിയിലാണ് എന്നും എന്തൊക്കെ കാര്യങ്ങളാണ് അതിലൂടെ വ്യക്തമാക്കുന്നത് എന്നും നമുക്ക് പരിശോധിക്കാം. Interpretive sociology is an approach that focuses on understanding the meanings individuals attach to their social action and എന്താ പറയുന്നത്? ഇറ്റ് എംഫസൈസ് ദാറ്റ് സോഷ്യൽ റിയാലിറ്റി ഈസ് നോട്ട് പ്യുവർലി ഒബ്ജക്റ്റീവ്. സോഷ്യൽ റിയാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ എങ്ങനെയല്ല, നോട്ട് പ്യുവർലി ഒബ്ജക്റ്റീവ്. അതൊരു വസ്തുനിഷ്ഠമായിട്ടുള്ള ശുദ്ധമായ ഒന്നല്ല. ബട്ട് ഈ സോഷ്യലി കൺസ്ട്രക്റ്റഡ് ത്രൂ എവരിഡേ ഹ്യൂമൻ എക്സ്പീരിയൻസ്. അതുകൊണ്ട് തന്നെ പിന്നെന്താണ് പറയുന്നത്? മറിച്ച് മനുഷ്യരുടെ ദിനചര്യ അനുഭവങ്ങളിലൂടെ സാമൂഹ്യമായി നിർമ്മിക്കപ്പെടുന്നതാണെന്നാണ് ഈ സമീപനം വ്യക്തമാക്കുന്നത്. അപ്പോൾ സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന സമീപനം ഇവിടെ എന്താണ് വ്യക്തമാക്കുന്നത്? അതായത് സോഷ്യൽ റിയാലിറ്റി എന്ന് പറയുന്നത് ശുദ്ധമായിട്ടുള്ളൊരു വസ്തുനിഷ്ഠമായ കാര്യമല്ല. മാത്രമല്ല മനുഷ്യരുടെ ദിനചര്യ അനുഭവങ്ങളിലൂടെ സാമൂഹികമായി നിർമ്മിക്കപ്പെടുന്നതാണ് എന്നാണ് ഈ സമീപനം. അതായത് മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ ദിനചര്യകളിലൂടെയാണ് നിർമ്മിക്കപ്പെടുന്നത്. അതല്ലാതെ സോഷ്യൽ റിയാലിറ്റി ഈസ് നോട്ട് പ്യുവർലി ഒബ്ജക്റ്റീവ്. സാമൂഹിക യാഥാർത്ഥ്യം എന്ന് പറയുന്നത് എന്തല്ല? ശുദ്ധമായ വസ്തുനിഷ്ഠതയല്ല. സോഷ്യലി കൺസ്ട്രക്റ്റഡ് ത്രൂ എവരിഡേ ഹ്യൂമൻ എക്സ്പീരിയൻസ്. മനുഷ്യരുടെ ദിനചര്യ അനുഭവങ്ങളിലൂടെയാണ് സാമൂഹികമായി നിർമ്മിക്കപ്പെടുന്നത് എന്നാണ് ഏത് സമീപനം വ്യക്തമാക്കുന്നത്? ഇന്റർപ്രറ്റീവ് സോഷ്യോളജി എന്ന സമീപനം വ്യക്തമാക്കുന്നത്. ഇന്റർപ്രറ്റീവ് സോഷ്യോളജി മനുഷ്യർ അവരുടെ സാമൂഹിക പ്രവർത്തനങ്ങൾക്കും അതായത് സോഷ്യൽ ആക്ഷനും അതേപോലെ ഇന്ററാക്ഷനും ഇടപെടലുകൾക്കും നൽകുന്ന അർത്ഥങ്ങളെ മനസ്സിലാക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ റിയാലിറ്റി എന്ന് പറയുന്നത് നോട്ട് പ്യുവർലി ഒബ്ജക്റ്റീവ്. സോഷ്യൽ റിയാലിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്? നോട്ട് പ്യുവർലി ഒബ്ജക്റ്റീവ് ബട്ട് സോഷ്യലി സാമൂഹികമായിട്ട് കൺസ്ട്രക്റ്റഡ് ചെയ്യുന്നു. എന്ത്? ത്രൂ എവരിഡേ ഹ്യൂമൻ എക്സ്പീരിയൻസ്. മനുഷ്യരുടെ ദിനചര്യ അനുഭവങ്ങളിലൂടെയാണ് സാമൂഹികമായി നിർമ്മിക്കപ്പെടുന്നത് എന്നാണ് ഈ സമീപനം വ്യക്തമാക്കുന്നത്. പിന്നെ എന്താ പറയുന്നത്? ദിസ് അപ്രോച്ച് ഡെവലപ്ഡ് ആസ് ആൻ ആൾട്ടർനേറ്റീവ് ടു പോസിറ്റിവിസം വിച്ച് റിലൈഡ് ഹെവിലി ഓൺ സയന്റിഫിക് മെത്തേഡ്സ് ടു സ്റ്റഡി സൊസൈറ്റി. അതായത് സമൂഹത്തെ പഠിക്കാൻ ശാസ്ത്രീയ രീതികൾക്ക് പ്രാധാന്യം നൽകിയ
പോസിറ്റീവിസത്തിന് സമാനമായിട്ടാണ് ഏത് വികസിച്ചത്? ഇന്റർപ്രറ്റീവ് സോഷ്യോളജി വികസിച്ചത്. ദിസ് അപ്രോച്ച് ഡെവലപ്ഡ് ആസ് ആൻ alternative to positivism, which relied heavily on scientific method to study society. അതായത് സമൂഹത്തെ പഠിക്കാൻ ശാസ്ത്രീയ രീതികൾക്ക് പ്രാധാന്യം നൽകിയ പോസിറ്റീവിസത്തിന് സമാനമായിട്ടാണ് പോസിറ്റീവിസത്തിന്റെ അതുപോലെ തന്നെയാണ് ഏതും രൂപം കൊണ്ടത് ഇന്റർപ്രറ്റീവ് സോഷ്യോളജിയും വികസിച്ചത്. സമൂഹത്തെ പഠിക്കാൻ ശാസ്ത്രീയ രീതികൾക്ക് പ്രാധാന്യം നൽകിയ പോസിറ്റീവിസത്തിന് സമാനമായിട്ട് തന്നെയാണ് ഏതും രൂപം കൊണ്ടിട്ടുള്ളത് ഇന്റർപ്രറ്റീവ് സോഷ്യോളജിയും വികസിച്ചത്. അപ്പൊ ഈ പോസിറ്റീവിസത്തിന് സമാനമായി രൂപം കൊണ്ടത് തന്നെയാണ് ഏത് ഇന്റർപ്രറ്റീവ് സോഷ്യോളജി എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്റർപ്രറ്റീവ് സോഷ്യോളജി ഹൈലൈറ്റ് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്, ബിലീഫ് ആൻഡ് ഇന്റൻഷൻ ആൻഡ് സെൻട്രൽ ടു സോഷ്യൽ അനാലിസിസ്. അതേപോലെ തന്നെ ഇന്റർപ്രറ്റീവ് സോഷ്യോളജി ഇവിടെ എന്താണ് അനലൈസ് ചെയ്യുന്നത്? സാമൂഹിക വിശകലനത്തിൽ വ്യക്തിപരമായ അനുഭവങ്ങളും വിശ്വാസങ്ങളും ഉദ്ദേശങ്ങൾ എന്നിവയ്ക്ക് കേന്ദ്രസ്ഥാനമാണ് ഈ സമീപനം നൽകുന്നത്. ഇന്റർപ്രറ്റീവ് സോഷ്യോളജി വിശകലനത്തിലൂടെ എന്തിനൊക്കെയാണ് അവിടെ പ്രധാനപ്പെട്ട സ്ഥാനം കൊടുക്കുന്നത്? സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ്. അതായത് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ വിഷയപരമായിട്ടുള്ള അനുഭവങ്ങൾ, ബിലീഫ് വിശ്വാസങ്ങൾ, ഇന്റൻഷൻ ഉദ്ദേശങ്ങൾ എന്നിവയ്ക്കൊക്കെയാണ് കേന്ദ്രസ്ഥാനം നൽകുന്നത്. അപ്പോൾ ഇന്റർപ്രറ്റീവ് സോഷ്യോളജി ഹൈലൈറ്റ് ചെയ്യുന്നത് എന്തിനൊക്കെയാണ്? സബ്ജക്റ്റീവ് എക്സ്പീരിയൻസും ബിലീഫും ഇന്റൻഷൻ തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ഇന്റർപ്രറ്റീവ് സോഷ്യോളജി കൂടുതൽ അനലൈസ് ചെയ്തുകൊണ്ട് പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് ഇവിടെ പരാമർശിക്കുന്നത്. And then next paragraph, a key concept in interpretive sociology is Western. ഇന്റർപ്രറ്റീവ് സോഷ്യോളജിയിലെ പ്രധാന ആശയമാണ് വെസ്റ്റേൺ. ഇവിടെ VERSTH സൈലന്റ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്യുക. വെസ്റ്റേൺ പറയുള്ളൂ. അവിടെ H സൈലന്റ് ആണ്. HE നമ്മൾ ഇടണം, പക്ഷെ പ്രൊണൗൺ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്?
observation alone. പറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാം. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്കാണ് കിടക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ പോസിറ്റിവിസ്റ്റ് ആൻഡ് ഇന്റർപ്രറ്റീവ് സോഷ്യോളജി. പോസിറ്റിവിസ്റ്റും ഇന്റർപ്രറ്റീവ് സോഷ്യോളജിയും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെ എന്നാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ പോസിറ്റിവിസ്റ്റ് ആൻഡ് ഇന്റർപ്രറ്റീവ് സോഷ്യോളജി. നമുക്കറിയാം, ഇന്റർപ്രറ്റീവ് സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഖ്യാനിക്കുകയാണ്, സോഷ്യോളജിയെ വ്യാഖ്യാനിക്കുകയാണ്. അപ്പൊ അത് ഏതുമായിട്ട് സാമ്യം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ടീച്ചർ. പോസിറ്റിവിറ്റി ആയിട്ട് സാമ്യം ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഇനി എന്തൊക്കെയാണ് അതിന്റെ വ്യത്യാസം എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യം നമുക്ക് പോസിറ്റിവിറ്റിയിലേക്ക് പോകാം. അപ്പൊ എന്താണ് പോസിറ്റിവിറ്റി? പോസിറ്റിവിറ്റി, the concept of positivism was developed by the French sociologist Auguste Comte and Émile Durkheim, modeled along natural orientational science, physics or chemistry. പോസിറ്റിവിസം എന്ന ആശയം ഫ്രഞ്ച് സാമൂഹ്യ ശാസ്ത്രജ്ഞനായ അഗസ്റ്റേ കോംടെയും എമിലി ദുർക്കയും വികസിപ്പിച്ചതാണ്. ഇത് ഭൗതിക ശാസ്ത്രം, രസതന്ത്രം തുടങ്ങിയ ശാസ്ത്രങ്ങളെ മാതൃകയാക്കി രൂപപ്പെടുത്തിയതാണ്. The concept of positivism was developed by the French sociologist. ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റുകളായിട്ടുള്ള അഗസ്റ്റേ കോംടെയും എമിലി ദുർക്കയും ഡെവലപ്പ് ചെയ്തതാണ് ഏത്? പോസിറ്റിവിസ്റ്റ് ചിന്താഗതി. ഇത് ഏതൊക്കെ തിയറികളുമായിട്ടാണ്, ഏതൊക്കെ തിയറികളെ മാതൃകയാക്കിയിട്ടാണ്, മോഡൽഡ് ആക്കിയിട്ടാണ്? മോഡൽഡ് എലോങ് നാച്ചുറൽ ഓറിയന്റേഷണൽ സയൻസ്. നാച്ചുറൽ ഓറിയന്റേഷണൽ സയൻസ് എന്ന ഭൗതിക ശാസ്ത്രം, അതേപോലെ തന്നെ രസതന്ത്രം. അപ്പോൾ നാച്ചുറൽ ഓറിയന്റേഷണൽ സയൻസ് ഫിസിക്സ് ഓർ കെമിസ്ട്രി എന്നാ പറയുന്നത്. ഒരു പ്രകൃതി ശാസ്ത്രവും ഭൗതിക ശാസ്ത്രവും രസതന്ത്രവും തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് വികസിപ്പിച്ച തിയറിയാണ് പോസിറ്റിവിസ്റ്റ്. The concept of positivism was developed by French sociologists. ഫ്രഞ്ച് സോഷ്യോളജിസ്റ്റുകളായിട്ടുള്ള അഗസ്റ്റേ കോംടെയും എമിലി ദുർക്കയുമാണ് പോസിറ്റിവിസ്റ്റ് ആശയം ഡെവലപ്പ് ചെയ്തത്.
എന്തിനെ മോഡലാക്കിയിട്ട്? നാച്ചുറൽ ഓറിയന്റേഷണൽ സയൻസ്. നാച്ചുറൽ ഓറിയന്റേഷണൽ സയൻസ് Positivity sociology aims to understand the social institution by relying on observation and knowledge or fact. അതായത് പോസിറ്റീവ് സോഷ്യോളജിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? നിരീക്ഷണവും അറിവും തുടങ്ങിയ വസ്തുതകളെ ആശ്രയിച്ച് സാമൂഹിക സ്ഥാപനങ്ങളെ മനസ്സിലാക്കുകയാണ് ഇത് ചെയ്യുന്നത്. പോസിറ്റിവിസ്റ്റ് സോഷ്യോളജി ലക്ഷ്യം വെക്കുന്നത്. പോസിറ്റിവിസ്റ്റ് സോഷ്യോളജി എയിം ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സാമൂഹിക സ്ഥാപനങ്ങളെ മനസ്സിലാക്കുന്നത്, അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് പോസിറ്റിവിസ്റ്റ് സോഷ്യോളജി ഏതിലൂടെയൊക്കെയാണ് എന്നാ പറയുന്നത്? റിലേ ഒബ്സർവേഷൻ നിരീക്ഷണത്തിലൂടെയും, നോളജ് അറിവിലൂടെയും, അതേപോലെ ഫാക്ട് വസ്തുതകളിലൂടെയുമാണ്. പോസിറ്റിവിസ്റ്റ് സോഷ്യോളജി എയിംസ് ടു അണ്ടർസ്റ്റാൻഡ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. സാമൂഹിക സ്ഥാപനങ്ങളെ പോസിറ്റിവിസ്റ്റ് സോഷ്യോളജി മനസ്സിലാക്കുന്നത് ഏതെല്ലാം കാര്യങ്ങളിലൂടെയാണ്? അതായത് റിലേയിങ് ഓൺ ഒബ്സർവേഷൻ, നോളജ്, ഫാക്ട്. നിരീക്ഷണത്തിലൂടെയും അറിവിലൂടെയും വസ്തുതയിലൂടെയുമാണ് പോസിറ്റിവിസ്റ്റ് സോഷ്യോളജി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് ഇന്റർപ്രറ്റീവ് സോഷ്യോളജിയിൽ എന്താണ് പറയുന്നത്? Interpretive sociology aims to understand the meaning behind the action through subject position within a system of meaning. അതായത് അർത്ഥങ്ങളുടെ ഒരു സംവിധാനത്തിനുള്ളിൽ വിഷയത്തിന്റെ സ്ഥാനത്തിലൂടെ പ്രവർത്തനങ്ങളുടെ പിന്നിലെ അർത്ഥം മനസ്സിലാക്കുക എന്നതാണ് ഏത് ചെയ്യുന്നത്? ഇന്റർപ്രറ്റീവ് സോഷ്യോളജി ചെയ്യുന്നത്. പ്രവർത്തനങ്ങളുടെ പിന്നിലുള്ള അർത്ഥം മനസ്സിലാക്കുക. ആക്ഷൻ ത്രൂ ദ സബ്ജക്റ്റ്. ആക്ഷൻ ത്രൂ ദ സബ്ജക്റ്റ് എന്നാൽ എന്താ? പ്രവർത്തനങ്ങളുടെ പിന്നിലുള്ള വിഷയങ്ങളെ മനസ്സിലാക്കുക, പ്രവർത്തനങ്ങളുടെ പിന്നിലുള്ള വിഷയങ്ങളുടെ അർത്ഥം മനസ്സിലാക്കുക തുടങ്ങിയ രീതിയിലൂടെയാണ് ഇന്റർപ്രറ്റീവ് സോഷ്യോളജി എന്ത് ചെയ്യുന്നത്? ഓരോരുത്തരെയും മനസ്സിലാക്കുന്നത്. ഇന്റർപ്രറ്റീവ് സോഷ്യോളജി എയിംസ് ടു അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ബിഹൈൻഡ് ആക്ഷൻ ത്രൂ ദ സബ്ജക്ട് പൊസിഷൻ വിത്തിൻ എ സിസ്റ്റം ഓഫ് മീനിങ്. അർത്ഥങ്ങളുടെ ഒരു സംവിധാനത്തിനുള്ളിൽ വിഷയത്തിന്റെ അഥവാ വ്യക്തിയുടെ സ്ഥാനത്തിലൂടെ പ്രവർത്തനങ്ങളുടെ പിന്നിലെ അർത്ഥം മനസ്സിലാക്കുകയാണ് ഏതിന്റെ ലക്ഷ്യം? ഇന്റർപ്രറ്റീവ് സോഷ്യോളജിയുടെ ലക്ഷ്യം. അടുത്തത് മൂന്നാമത്തത് പോസിറ്റിവിസ്റ്റ്. പോസിറ്റിവിസ്റ്റ് സോഷ്യോളജി സീസ് ആസ് ആൻ ഒബ്ജക്റ്റീവ് റിയാലിറ്റി ഔട്ട് ദർ. അതായത് പോസിറ്റിവിസ്റ്റ് സോഷ്യോളജിയില് സമൂഹത്തിന് പുറത്തു നിൽക്കുന്ന ഒരു വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യം കാണുന്നു. പോസിറ്റിവിസ്റ്റ് സോഷ്യോളജി സീസ് ആൻ ഒബ്ജക്റ്റീവ് റിയാലിറ്റി ഔട്ട് ദം. അതായത് സമൂഹത്തിന് പുറത്തു നിൽക്കുന്ന ഒരു ഒബ്ജക്റ്റീവിനെയാണ് ഏതിൽ കാണുന്നത്? വസ്തുനിഷ്ഠതയെയാണ് പോസിറ്റിവിസ്റ്റ് സോഷ്യോളജി കാണുന്നത്. സമൂഹത്തിൽ പുറത്തു നിൽക്കുന്ന ഒരു വസ്തുനിഷ്ഠമായ യാഥാർത്ഥ്യത്തെയാണ് പോസിറ്റിവിസ്റ്റ് സോഷ്യോളജി കാണുന്നത്. ഇന്റർപ്രറ്റീവ് സോഷ്യോളജി എന്താണ്? Interpretive sociology is reality of being constructed by people according to their own understanding of the phenomena. ആളുകൾ അവരുടെ സ്വന്തം ബോധ്യത്തിനനുസരിച്ച് യാഥാർത്ഥ്യം നിർമ്മിക്കുന്നതായാണ് ഏത് കാണുന്നത്?
ഇന്റർപ്രറ്റീവ് സോഷ്യോളജി കാണുന്നത്? ആളുകൾ അവരുടെ സ്വന്തം പറഞ്ഞത് അളവുകൾ സോഷ്യോളജിയെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് ഒറിജിൻസ് ഓഫ് ഇന്റർപ്രറ്റീവ് സോഷ്യോളജി. ഇന്റർപ്രറ്റീവ് സോഷ്യോളജിയുടെ ഒറിജിൻ, അതിന് രൂപം കൊടുത്ത ആളുകളെയാണ് നമ്മൾ, അതിൻ്റെ യഥാർത്ഥത്തിൽ രൂപം കൊടുത്ത ആളുകളെ കുറിച്ചാണ് നമ്മൾ ഇനി അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഒറിജിൻസ് ഓഫ് ഇന്റർപ്രറ്റീവ് സോഷ്യോളജി ചോദിച്ചു കഴിഞ്ഞാൽ അതിലെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് സോഷ്യോളജിസ്റ്റാണ് ആര്? മാക്സ് വെബർ. അദ്ദേഹം ഒരു ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആണ്. അപ്പോൾ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കുക, പേജ് 59 വരുന്ന കാര്യങ്ങളാണ് ടീച്ചർ ഇവിടെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിട്ടിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമുക്കൊന്ന് നോക്കാം. മാക്സ് വെബർ എന്തൊക്കെയാണ് മാക്സ് വെബറിനെ കുറിച്ച് ഇവിടെ വ്യക്തമാക്കുന്നത് നോക്കിക്കോളൂ. ഒറിജിൻസ് ഓഫ് ഇന്റർപ്രറ്റീവ് സോഷ്യോളജി, മാക്സ് വെബർ. Interpretive sociology originated mainly from the works of Max Weber 1854-1920. 1864-1920 തുടങ്ങിയ കാലഘട്ടത്തിൽ ഇന്റർപ്രറ്റീവ് സോഷ്യോളജിയുടെ ഉത്ഭവം ജർമ്മൻ സമൂഹശാസ്ത്രജ്ഞനായ മാക്സ് വെബറിന്റെ ചിന്തകളിലൂടെയാണ്. അപ്പോൾ ഇന്റർപ്രറ്റീവ് സോഷ്യോളജി രൂപം കൊണ്ടത് ആരുടെ തോട്ടിലൂടെയാണ്? ഒരു ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള മാക്സ് വെബറിന്റെ നേതൃത്വത്തിലാണ് ഏത് തിയറി രൂപം കൊണ്ടത്? ഇന്റർപ്രറ്റീവ് സോഷ്യോളജി. സോഷ്യോളജിക്ക് ഒരു വ്യാഖ്യാനം. ഇപ്പം ഇന്റർപ്രറ്റീവ് സോഷ്യോളജിക്ക് രൂപം ഒറിജിനേറ്റ് ചെയ്തത് ആരാണ്? മാക്സ് വെബർ.
1854 to 1920, 1864 1920 കാലഘട്ടം വരെയായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. അപ്പൊ ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള മാക്സ് വെബറിന്റെ നേതൃത്വത്തിലാണ് ഇന്റർപ്രറ്റീവ് സോഷ്യോളജി ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടത്. അതേപോലെ ഈ പിയർലി പോസിറ്റിവിസ്റ്റ് അപ്രോച്ച് ആൻഡ് ആർഗ്യൂഡ് ദാറ്റ് sociology should focus on understanding the meaning individual attached to their action. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിയർലി പോസിറ്റിവിസ്റ്റ് പറഞ്ഞാൽ എന്താണ്? ശുദ്ധമായ പോസിറ്റിവിസ്റ്റ് സമീപനം. അദ്ദേഹം ശുദ്ധമായ പോസിറ്റിവിസ്റ്റ് സമീപനത്തെ എന്ത് ചെയ്തു? ജർമ്മൻ സോഷ്യോളജിസ്റ്റ് വെബർ റിജക്റ്റഡ് എ പ്യുവർലി പോസിറ്റിവിസ്റ്റ് അപ്രോച്ച്. റിജക്റ്റ് ചെയ്തു. ശുദ്ധമായ പോസിറ്റിവിസ്റ്റ് സമീപനത്തെ അദ്ദേഹം നിരസിക്കുകയും അങ്ങനെ മനുഷ്യർ അവരുടെ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന അർത്ഥങ്ങൾ മനസ്സിലാക്കുന്നതിലാണ് സമൂഹശാസ്ത്രം ശ്രദ്ധിക്കേണ്ടതെന്ന് വാദിക്കുകയും ചെയ്തു. അപ്പോൾ ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള മാക്സ് വെബറെ പിയർലി പോസിറ്റിവിസ്റ്റ് അപ്രോച്ചിനെ നിരസിക്കുകയും എന്നിട്ട് എന്താ ആർഗ്യൂ ചെയ്തത്? ആൻഡ് ആർഗ്യൂഡ് ദാറ്റ് സോഷ്യോളജി ഷുഡ് ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് മീനിങ് ഇൻഡിവിജ്വൽ അറ്റാച്ച് ടു ദയർ ആക്ഷൻ. മനുഷ്യൻ അവരുടെ പ്രവർത്തനങ്ങൾക്ക് നൽകുന്ന അർത്ഥങ്ങൾ മനസ്സിലാക്കുന്നതിലാണ് സമൂഹശാസ്ത്രം ശ്രദ്ധിക്കേണ്ടത് എന്ന് വാദിക്കുകയും ചെയ്തു. അപ്പോൾ പിയർലി പോസിറ്റിവിസ്റ്റ് അപ്രോച്ചിനെ മാക്സ് വെബർ റിജക്റ്റ് ചെയ്തു കാരണം അതിനെ ഒഴിവാക്കി. അങ്ങനെ റിജക്റ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹം എന്താണ് ആർഗ്യൂ ചെയ്തത്? മനുഷ്യർ അവരുടെ ആക്ഷൻ, ഇൻഡിവിജ്വൽ ആക്ഷൻ എന്ന് പറയുന്നത് മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ നൽകുന്ന അർത്ഥങ്ങൾ മനസ്സിലാക്കുന്നതിലാണ് ശ്രദ്ധിക്കുന്നത്? സോഷ്യോളജി ശ്രദ്ധിക്കേണ്ടതെന്ന് വാദിക്കുകയും ചെയ്തു. മനുഷ്യന്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് സോഷ്യോളജിയുടെ അർത്ഥം വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്ന് ആര് വാദിച്ചു? ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള മാക്സ് വെബർ വാദിച്ചു. അദ്ദേഹം എന്തിനെ റിജക്റ്റ് ചെയ്തു? പ്യുവർലി പോസിറ്റിവിസ്റ്റ് ചിന്താഗതിയെ റിജക്റ്റ് ചെയ്യുകയും മനുഷ്യന്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ അവരുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെയാണ് സമൂഹശാസ്ത്രം ശ്രദ്ധിക്കേണ്ടതെന്ന് വാദിക്കുകയും ചെയ്തു. He defined sociology as a science that seeks the interpretive understanding of social action in order to explain its causes and effect. അതേപോലെ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങളെ എന്ത് ചെയ്തു? സാമൂഹിക പ്രവർത്തനങ്ങളെ ഇന്റർപ്രറ്റീവായി മനസ്സിലാക്കുകയും വ്യാഖ്യാനപരമായി മനസ്സിലാക്കി അതിൻ്റെ ഈ കേസ് ആൻഡ് ഇഫക്റ്റ് പറഞ്ഞാൽ കാരണങ്ങളും ഫലങ്ങളും. അപ്പോൾ ഇവിടെ സാമൂഹിക പ്രവർത്തനങ്ങളെ ഒരു ഇന്റർപ്രറ്റീവായിട്ട് മനസ്സിലാക്കുകയും അതിൻ്റെ കാരണങ്ങളും ഫലങ്ങളും വിശദീകരിക്കുന്ന ശാസ്ത്രമായാണ് വെബർ സമൂഹശാസ്ത്രത്തെ നിർവചിച്ചത്. ഇപ്പൊ സമൂഹശാസ്ത്രത്തെ, സോഷ്യോളജിയെ മാക്സ് വെബർ എങ്ങനെയാണ് നിർവചിച്ചത്? സോഷ്യോളജിയെ മാക്സ് വെബർ ഏത് രീതിയിലാണ് വിശദീകരിച്ചത്? അതായത് സാമൂഹിക പ്രവർത്തനങ്ങളെ ഇന്റർപ്രറ്റീവായിട്ട് മനസ്സിലാക്കി അതിൻ്റെ കാരണങ്ങളും ഫലങ്ങളും വിശദീകരിക്കുന്ന ശാസ്ത്രമായാണ് വെബർ സമൂഹശാസ്ത്രത്തെ നിർവചിച്ചത്. അപ്പൊ വെബർ സാമൂഹിക ശാസ്ത്രം അഥവാ സോഷ്യോളജിക്ക് നിർവചനം കൊടുത്തത് എങ്ങനെയാണ്? അതായത് സാമൂഹിക പ്രവർത്തനങ്ങളെ ഇന്റർപ്രറ്റീവായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ കേസസും ഇഫക്റ്റും കാരണങ്ങളും ഫലങ്ങളും വിശദീകരിക്കുന്ന ഒരു ശാസ്ത്രമായാണ് സമൂഹശാസ്ത്രത്തെ വെബർ നിർവചിച്ചത്. അതേപോലെ തന്നെ ഇതിൽ എഴുതിയിട്ടിട്ടില്ല, നിങ്ങളെ ടെസ്റ്റിൽ മറ്റൊരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് എന്നുള്ളത്. ദ പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസവും റിലീജിയൻ ഓഫ് ഇന്ത്യയും അതേപോലെ തന്നെ സോഷ്യോളജി ഓഫ് ഹിന്ദുയിസം ആൻഡ് ബുദ്ധിസവും എക്കോണമി ആൻഡ് സൊസൈറ്റിയും അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വർക്കുകളാണ് കേട്ടോ. അത് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നുണ്ടായിരിക്കും, ഇതിൽ എഴുതിയിട്ടിട്ടില്ല, നിങ്ങൾ ശ്രദ്ധിക്കുക. അദ്ദേഹത്തിന്റെ മെയിൻ വർക്കുകളായിട്ട് അറിയപ്പെടുന്നത് പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസം, 1904 അദ്ദേഹം അത് എഴുതിയിട്ടുള്ളത്. പിന്നെ ദ റിലീജിയൻ ഓഫ് ഇന്ത്യ, അതേപോലെ തന്നെ
ദ സോഷ്യോളജി ഓഫ് ഹിന്ദുയിസം ആൻഡ് ബുദ്ധിസം 1958 അദ്ദേഹം അത് റൈറ്റ് ചെയ്തത്. എക്കോണമി ആൻഡ് സൊസൈറ്റി 1978 അദ്ദേഹം അതിന് രൂപം കൊടുത്തത്. ഇത് അദ്ദേഹത്തിന്റെ പ്രധാന വർക്കുകളാണ് കേട്ടോ. അപ്പൊ ഇത്രയും വരെ നിങ്ങൾ എഴുതിയതിന് ശേഷം ആ വർക്കുകളും കൂടി നിങ്ങൾ ഇതിൽ കൊടുക്കണം കേട്ടോ. അതിനുശേഷം അടുത്ത പാരഗ്രാഫിക്ക് പോവാൻ പാടും. ഓക്കെ. അപ്പോൾ അദ്ദേഹം സമൂഹശാസ്ത്രത്തെ എങ്ങനെയാണ് നിർവചിച്ചത്? സമൂഹശാസ്ത്രത്തെ അദ്ദേഹം എങ്ങനെ നിർവചിച്ചു? അദ്ദേഹം പറയുന്നത് എന്താണ്? അതായത് ഒരു ഇന്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്, ഒരു വ്യാഖ്യാനാത്മകമായി മനസ്സിലാക്കുന്നതിലൂടെ കാരണവും ഫലങ്ങളും വ്യാഖ്യാനാത്മകമായി മനസ്സിലാക്കി അതിന്റെ കാരണങ്ങളും ഫലങ്ങളും വിശദീകരിക്കുന്ന ശാസ്ത്രത്തെയാണ് അദ്ദേഹം എന്തായിട്ട് ചൂണ്ടിക്കാണിച്ചത്? സമൂഹശാസ്ത്രമായി ചൂണ്ടിക്കാണിച്ചത്. ദെൻ അടുത്ത പാരഗ്രാഫിൽ പറയാണ് A key concept introduced by Weber is Western hand. എന്താണ് വെസ്റ്റേൺ എന്ന് പറഞ്ഞാൽ? വെസ്റ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വെബർ ഉദ്ദേശിക്കുന്നത്? അതായത് നേരത്തെ പറഞ്ഞിരുന്നു ഇന്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്. വെബർ അവതരിപ്പിച്ച പ്രധാന ഒരു ആശയമാണ് എന്ത്? വെസ്റ്റേൺ. VERTEHEN. നേരത്തെ ഞാനിത് പറഞ്ഞു തന്നിട്ടുണ്ട്. വെസ്റ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാക്കലിനെ വ്യാഖ്യാനിക്കുക. ഒരു വെസ്റ്റേൺ എന്ന ആശയം അദ്ദേഹമാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ എ കീ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വെബർ ഈസ് വെസ്റ്റേൺ ഇന്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് വിച്ച് എംഫസൈസ് ഗ്രാസ്പിംഗ് സോഷ്യൽ ആക്ഷൻ ഫ്രം ദ ആക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. അതായത് എന്താണ് വെസ്റ്റേൺ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രവർത്തകരുടെ കാഴ്ചപ്പാടിൽ നിന്ന് സാമൂഹിക പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുക. ഓരോ പ്രവർത്തകരുടെയും കാഴ്ചപ്പാടിൽ നിന്ന് സാമൂഹിക പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുക എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വെസ്റ്റേൺ. എ കീ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ വെബർ ഈസ് വെസ്റ്റേൺ ഇന്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് വിച്ച് എംഫസൈസ് ഗ്രാസ്പിംഗ് സോഷ്യൽ ആക്ഷൻ ഫ്രം ദ ആക്ടേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ. അപ്പൊ വെബർ അവതരിപ്പിച്ച പ്രധാന ആശയമാണ് വെസ്റ്റേൺ. ഇനി വെസ്റ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രവർത്തകരുടെ കാഴ്ചപ്പാടിൽ നിന്ന് സാമൂഹിക പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുക. ഓരോ പ്രവർത്തകരുടെയും കാഴ്ചപ്പാടിൽ നിന്നാണ്, അവരുടെ വ്യൂവിൽ നിന്നാണ് എന്തിനെ മനസ്സിലാക്കേണ്ടത്? പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ പിന്നീട് അദ്ദേഹം എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു വെബർ സോഷ്യൽ ആക്ഷൻ ഈസ് ഇന്റൻഷണൽ, മീനിങ്ഫുൾ ആൻഡ് ഓറിയന്റഡ് ടുവേർഡ്സ് അതേഴ്സ്. അതേപോലെ തന്നെ സാമൂഹിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് വെബറിന്റെ അഭിപ്രായത്തിൽ സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? അർത്ഥപൂർണവും മീനിങ് ഫുള്ളും. അക്കോർഡിംഗ് ടു വെബർ സോഷ്യൽ ആക്ഷൻ ഈസ് ഇന്റൻഷണൽ, മീനിങ് ഫുൾ ആൻഡ് ഓറിയന്റഡ് ടുവേർഡ് അതേഴ്സ്. വെബറിന്റെ അഭിപ്രായത്തില് സാമൂഹിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അർത്ഥപൂർണവും ഉദ്ദേശപരമായും ബന്ധപ്പെട്ട ആണ് നിലകൊള്ളുന്നത്. He studied on religion, especially the Protestant ethic and the spirit of capitalism, highlight the role of ideas and values in shaping social and economic life. Protestant ethics, the spirit of capitalism, അതേപോലെ തന്നെ റോൾ ഓഫ് ഐഡിയാസ് ആൻഡ് വാല്യൂസ്, അതായത് മതവിശ്വാസങ്ങളും മൂല്യങ്ങളും, അതേപോലെ സോഷ്യൽ എക്കണോമിക് ലൈഫ് തുടങ്ങിയൊക്കെ ഇവയൊക്കെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നും അദ്ദേഹം വിശദീകരിച്ചു. അപ്പോൾ വെബറിന്റെ അഭിപ്രായത്തില് സാമൂഹിക പ്രവർത്തനം, സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നത് അർത്ഥപൂർണവും അതേപോലെ തന്നെ ഒരു ഓറിയന്റേഷനുമാണ്. അത് അർത്ഥപൂർണവുമാണ്, അതൊരു ഉദ്ദേശപരവുമാണ്. അതേപോലെ തന്നെ പിന്നെ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് വാദിച്ചത് എന്നാ പറയുന്നത്? he studied in religion, especially Protestant ethic and spirit of capitalism, അതേപോലെ റോൾ ഓഫ് ഐഡിയാസ് ആൻഡ് വാല്യൂസ്, സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫ്. ഈ പ്രൊട്ടസ്റ്റന്റ് എത്തിക് ആൻഡ് സ്പിരിറ്റ് ഓഫ് ക്യാപിറ്റലിസവും ഐഡിയാസ് ആൻഡ് വാല്യൂസും സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫും ഇതിനെ കുറിച്ചൊക്കെ ആര് വിശദീകരണം നടത്തി? മാക്സ് വെബർ വിശദീകരണം നടത്തി. ആൻഡ് ദെൻ പിന്നെന്താണ് അവിടെ പറയുന്നത്? വെബർ ആൾസോ അനലൈസ്ഡ് റാഷണലൈസേഷൻ, അതോറിറ്റി ആൻഡ് പവർ, making significant contribution to the development of interpretive sociology.
വെബർ ആൾസോ അനലൈസ്ഡ്. വെബർ അനലൈസ് ചെയ്തു എന്ത്? റാഷണലൈസേഷൻ. എന്താ റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാല് യുക്തി റേഷണൽ എന്ന് പറഞ്ഞാൽ യുക്തീകരണം, പിന്നെ അതോറിറ്റി അധികാര രൂപങ്ങൾ, പവർ ശക്തി തുടങ്ങിയതിനെ കുറിച്ച് വെബറിന്റെ ഇന്റർപ്രറ്റീവ് സോഷ്യോളജിയുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവനയായി മാറി. അപ്പോ വെബറാണ് ഇന്റർപ്രറ്റീവ് സോഷ്യോളജി എന്ന തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹത്തിന്റെ ഇന്റർപ്രറ്റീവ് സോഷ്യോളജിയുടെ വികസനത്തിന് എന്തൊക്കെ വളരെ സംഭാവന നൽകി? റാഷണലൈസേഷനും അതോറിറ്റിയും പവറൊക്കെ ഇവയൊക്കെ സിഗ്നിഫിക്കന്റ് കോൺട്രിബ്യൂഷൻ ദ ഡെവലപ്മെന്റ് ഓഫ് ഇന്റർപ്രറ്റീവ് സോഷ്യോളജി. വെബറിന്റെ ഇന്റർപ്രറ്റീവ് സോഷ്യോളജിയുടെ ഡെവലപ്മെന്റിന് ഏതൊക്കെ കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയി? റാഷണലൈസേഷനും അതോറിറ്റിയും പവറും ഈ കാര്യങ്ങളൊക്കെ, റാഷണലൈസേഷൻ, അതോറിറ്റി, പവർ, ഈ കാര്യങ്ങളൊക്കെ വെബറിന്റെ ഇന്റർപ്രറ്റീവ് സോഷ്യോളജിയുടെ വികസനത്തിന് വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നാണ് അവിടെ വ്യക്തമാക്കുന്നത്. which later influenced symbolic interactionism and contemporary sociological thought. അതേപോലെ തന്നെ സിംബോളിക് ഇന്ററാക്ഷനിസവും അതേപോലെ തന്നെ കണ്ടംപററി സോഷ്യോളജിക്കൽ തോട്ട്. കണ്ടംപററി സോഷ്യോളജിക്കൽ തോട്ട് പറഞ്ഞാൽ എന്താ? സമകാലീന സമൂഹശാസ്ത്ര ചിന്താഗതിയും ഇതും ഇതിനെ സ്വാധീനിച്ചു, ഈ ഇന്റർപ്രറ്റീവ് സോഷ്യോളജിയെ സ്വാധീനിച്ചു. അപ്പോൾ വെബർ അനലൈസ് ചെയ്ത റാഷണലൈസേഷനും അതോറിറ്റിയും പവറൊക്കെ ഈ ഇന്റർപ്രറ്റീവ് സോഷ്യോളജിയുടെ വളർച്ചയ്ക്ക് സഹായകമായി. കൂടാതെ പിന്നെ എന്തൊക്കെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്? കണ്ടംപററി സോഷ്യോളജിക്കൽ തോട്ടും അതേപോലെ തന്നെ സിംബോളിക് ഇന്ററാക്ഷനലിസം ഒക്കെ ഈ വെബറിന്റെ ഇന്റർപ്രറ്റീവ് സോഷ്യോളജിയുടെ വളർച്ചയ്ക്ക് സഹായകമായി എന്നാണ് വ്യക്തമാക്കുന്നത്. അപ്പൊ കുട്ടികളെ, മാക്സ് വെബർ ഈ ഇന്റർപ്രറ്റീവ് സോഷ്യോളജിയെ കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, ആദ്യത്തെ 2 പാരഗ്രാഫിൽ വരുന്ന കാര്യങ്ങളാണ് മിസ് ഇവിടെ ഷോർട്ടാക്കി എഴുതിയിട്ടിട്ടുള്ളത്. ഞാൻ അടുത്ത പേജ് നമ്പർ 60 കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. അതെന്തൊക്കെയെന്ന് നമുക്ക് പരിശോധിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ ബാക്കി ഭാഗമാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മാക്സ് വെബറിന്റെ തിയറിയെ കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്തു, പേജ് 59 ഇനി പേജ് 60 എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതായി വരുന്നത് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കൂ, പേജ് നമ്പർ 60 മാക്സ് വെബറിന്റെ തിയറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ അനലൈസ് ചെയ്യുന്നത്. മാക്സ് വെബർ emphasized that sociology should focus on understanding social action, that is human behavior, to which individual attach subjective meaning. അതായത് മാക്സ് വെബർ സോഷ്യോളജിയെ, സാമൂഹിക പ്രവർത്തനത്തെ കേന്ദ്രീകരിക്കണമെന്ന് എന്ത് ചെയ്തു? ഫോക്കസ് ചെയ്തു പറഞ്ഞു, ഊന്നിപ്പറഞ്ഞു. മാക്സ് വെബർ emphasized that sociology should focus on understanding social action. അതായത് മാക്സ് വെബർ സോഷ്യോളജിയെ സോഷ്യൽ ആക്ഷനിലൂടെ കേന്ദ്രീകരിക്കണമെന്ന് ഊന്നിപ്പറഞ്ഞു. മാക്സ് വെബർ emphasized the sociology should focus on understanding social action. മാക്സ് വെബർ സോഷ്യോളജിയെ എങ്ങനെ ഇതാക്കണം എന്നാണ്? സാമൂഹിക പ്രവർത്തനത്തെ കേന്ദ്രീകരിക്കണമെന്ന് ഊന്നിപ്പറയുകയാണ് ചെയ്തത്. ആൻഡ് ദെൻ that is human behavior to which individual attach subjective meaning. മാത്രല്ല വ്യക്തികൾക്ക് അർത്ഥം നൽകുന്ന മനുഷ്യ പെരുമാറ്റങ്ങളെയാണ് സാമൂഹിക പ്രവർത്തനം എന്നതുകൊണ്ട് വ്യാഖ്യാനിച്ചത്. ദാറ്റ് ഹ്യൂമൻ ബിഹേവിയർ ടു വിച്ച് ഇൻഡിവിജ്വൽ അറ്റാച്ച് സബ്ജക്റ്റീവ് മീനിങ്. വ്യക്തികൾക്ക് അർത്ഥം നൽകുന്ന മനുഷ്യ പെരുമാറ്റങ്ങളെയാണ് സാമൂഹിക പ്രവർത്തനം എന്ന് അദ്ദേഹം വ്യാഖ്യാനിച്ചത്. അപ്പോൾ മാക്സ് വെബർ സോഷ്യോളജിയെ സോഷ്യൽ ആക്ഷനിലൂടെ കേന്ദ്രീകരിക്കണമെന്ന് പറയുകയും മാത്രല്ല ഇൻഡിവിജ്വൽസിന് മീനിങ് നൽകുന്ന, ഇൻഡിവിജ്വൽസിന് അർത്ഥം നൽകുന്ന അഥവാ അഥവാ മീനിങ് നൽകുന്ന ഹ്യൂമൻ ബിഹേവിയർ മനുഷ്യ പെരുമാറ്റങ്ങളെയാണ് സോഷ്യൽ ആക്ഷൻ അഥവാ സാമൂഹിക പ്രവർത്തനം എന്ന് അദ്ദേഹം വ്യാഖ്യാനിച്ചത്. ആൻഡ് ദെൻ he argued that unlike natural science
which explain phenomena through external observation and the laws of nature. Social sciences must understand the motives, intention and meanings behind human action. അതേപോലെ തന്നെ പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം അവിടെ ആർഗ്യൂ ചെയ്യുന്നത്? ഹി ആർഗ്യൂഡ് ദാറ്റ് അൺലൈക്ക് നാച്ചുറൽ സയൻസ് വിച്ച് എക്സ്പ്ലെയിൻ ഫിനോമിന ത്രൂ എക്സ്റ്റേണൽ ഒബ്സർവേഷൻ ആൻഡ് ലോസ് ഓഫ് നേച്ചർ, social science must understand the motives, intention and meaning behind human action. അതായത് പ്രകൃതി ശാസ്ത്രങ്ങൾ ബാഹ്യ നിരീക്ഷണവും പ്രകൃതി നിയമങ്ങളും അടിസ്ഥാനമാക്കി സംഭവങ്ങളെ വിശദീകരിക്കുമ്പോൾ, അതായത് എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? നാച്ചുറൽ സയൻസ് എക്സ്റ്റേണൽ ഒബ്സർവേഷനും അതേപോലെ തന്നെ നാച്ചുറൽ ലോസും. അപ്പോൾ പ്രകൃതി ശാസ്ത്രങ്ങൾ ബാഹ്യ നിരീക്ഷണവും പ്രകൃതി നിയമങ്ങളും അടിസ്ഥാനമാക്കി സംഭവങ്ങളെ വിശദീകരിക്കുമ്പോൾ സമൂഹശാസ്ത്രം മനുഷ്യരുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ ഉദ്ദേശങ്ങളും പ്രേരണകളും അർത്ഥങ്ങളും മനസ്സിലാക്കണമെന്നാണ് വെബറുടെ അഭിപ്രായം. അപ്പോൾ വെബറിൻ്റെ അഭിപ്രായം എന്താണ് ഇന്റർപ്രറ്റീവ് സോഷ്യോളജിയിലൂടെ അദ്ദേഹം നൽകുന്നത്? പ്രകൃതി ശാസ്ത്രങ്ങൾ, നാച്ചുറൽ സയൻസുകൾ എക്സ്റ്റേണൽ ഒബ്സർവേഷനിലൂടെയും നാച്ചുറൽ ലോസിലൂടെയും പ്രകൃതി നിയമങ്ങളിലൂടെയും ബാഹ്യ നിരീക്ഷണങ്ങളെയും അടിസ്ഥാനമാക്കി സംഭവങ്ങളെ വിശദീകരിക്കുമ്പോൾ സോഷ്യോളജി മനുഷ്യരുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ എന്തൊക്കെ കണ്ടെത്തണം? മോട്ടീവ്സ്, ഇൻറ്റൻഷൻ ആൻഡ് മീനിങ്. മനുഷ്യരുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ മോട്ടീവ്സുകളും ഇൻറ്റൻഷൻസുകളും മീനിങ്സുകളും എന്നിവ മനസ്സിലാക്കണം എന്നാണ് ആര് വാദിച്ചത്? വെബർ വാദിച്ചത്. അപ്പോൾ പ്രകൃതി ശാസ്ത്രങ്ങൾ ബാഹ്യ നിരീക്ഷണവും പ്രകൃതി നിയമങ്ങളും അടിസ്ഥാനമാക്കി സംഭവങ്ങളെ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ സമൂഹശാസ്ത്രം മനുഷ്യരുടെ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ മോട്ടീവ്സും ഇൻറ്റൻഷനും മീനിങ്സും എന്നിവ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നാണ് വെബർ അഭിപ്രായപ്പെട്ടത്. ആൻഡ് ദെൻ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയാണ് അദ്ദേഹം, വെബർ ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് വെസ്റ്റേൺ. അതായത് വെസ്റ്റേൺ എന്ന് പറഞ്ഞാൽ എന്താ നേരത്തെ പറഞ്ഞു തന്നിരുന്നു. അവിടെ വെസ്റ്റേൺ നമ്മൾ എഴുതുമ്പോൾ എച്ച് സൈലന്റ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്യുക. വെബറിന്റെ ആശയമായിരുന്നു വെസ്റ്റേൺ. വെസ്റ്റേൺ എന്ന് പറഞ്ഞാൽ ഇന്റർപ്രറ്റീവ് ഓർ എംപത്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ് എന്നാ പറയുക. അതായത് വ്യാഖ്യാനാത്മക സഹാനുഭൂതിപൂർണമായ ബോധ്യത്തെ അവതരിപ്പിക്കുക, മനസ്സിലാക്കുക, ഇന്റർപ്രറ്റീവായിട്ട് മനസ്സിലാക്കുക. അപ്പൊ വെബറാണ് ഇവിടെ ഏത് തിയറി ആവിഷ്കരിക്കുന്നത്? വെസ്റ്റേൺ. വെബർ ഇൻട്രൊഡ്യൂസ് ദ കൺസെപ്റ്റ് ഓഫ് വെസ്റ്റേൺ ആസ് എ കീ സോഷ്യോളജിക്കൽ മെത്തേഡ്. അപ്പോൾ സോഷ്യോളജിക്കൽ മെത്തേഡിലെ പ്രധാനപ്പെട്ട ആശയമായ വെസ്റ്റേൺ അനലൈസ് ചെയ്തത് ആരായിരുന്നു? വെബർ ആയിരുന്നു. എന്താ വാട്ട് ഈസ് മീൻ ബൈ വെസ്റ്റേൺ? ഇന്റർപ്രറ്റീവ് ഓർ എംപത്തറ്റിക് അണ്ടർസ്റ്റാൻഡിങ്. ഒരു വ്യാഖ്യാനപൂർവവും സഹാനുഭൂതി നിറഞ്ഞതുമായിട്ടുള്ള മനസ്സിലാക്കലിനെയാണ് വെസ്റ്റേൺ എന്ന് പറയുക. Through Western, the sociologists places themselves in the position of the actor, the group, the meaning that guide action. ഇതിലൂടെ ഗവേഷകർ പ്രവർത്തകന്റെ സ്ഥാനത്ത് തന്നെ നിർത്തി അവരുടെ പ്രവർത്തനങ്ങളെ നയിക്കുന്ന അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. The Western, the sociologist places themselves in the position of the actor to grasp the meaning that guide action. അതായത് ഇതിലൂടെ ഗൈഡ് എന്ന് പറഞ്ഞാൽ ഗവേഷകൻ അഥവാ ഗവേഷകൻ പ്രവർത്തകന്റെ സ്ഥാനത്ത് തന്നെ നിർത്തി അവരുടെ പ്രവർത്തനങ്ങളെ നയിക്കുന്ന അർത്ഥങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. And then for Weber, motive in the actors mind is the real case of social action. അതേപോലെ തന്നെ പ്രവർത്തകന്റെ മനസ്സിലുള്ള പ്രേരണ അഥവാ മോട്ടീവ് തന്നെയാണ് സാമൂഹിക പ്രവർത്തനത്തിന്റെ യഥാർത്ഥ കാരണമെന്ന് വെബറിന്റെ നിലപാട്. അതായത് ഒരു പ്രവർത്തകന്റെ മനസ്സിലുള്ള അതായത് മോട്ടീവ് തന്നെയാണ് സാമൂഹിക പ്രവർത്തനത്തിന്റെ യഥാർത്ഥ കാരണമെന്നാണ് ആരുടെ നിലപാട്? വെബറിന്റെ നിലപാട്. വെറും തിയറിയാണ് അവര് പറയുന്ന അതേ. നമുക്ക് മറ്റൊരു എക്സാമ്പിളിലേക്ക് ഇത് കടക്കാൻ കഴിയില്ല. വെബർ എന്താണോ പറഞ്ഞ അതുപോലെ പറഞ്ഞു തരണം. അപ്പൊ നന്നായിട്ട് മനസ്സിലാക്കുക. ഫോർ വെബർ മോട്ടീവ് ഇൻ ദ ആക്ടേഴ്സ് മൈൻഡ് ഈസ് ദ റിയൽ കേസ് ഓഫ് സോഷ്യൽ ആക്ഷൻ. അതായത് ഒരു പ്രവർത്തകന്റെ മനസ്സിലുള്ള മോട്ടീവ് തന്നെയാണ്
സോഷ്യൽ ആക്ഷന്റെ യഥാർത്ഥ കാരണമെന്ന് ആര് വാദിച്ചു? വെബർ വാദിച്ചു. ഒരു പ്രവർത്തകന്റെ മനസ്സിലുള്ള പ്രേരണ അഥവാ മോട്ടീവ് തന്നെയാണ് സോഷ്യൽ ആക്ഷന്റെ യഥാർത്ഥ കാരണം. കേസസ് ഓഫ് സോഷ്യൽ ആക്ഷൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പ്രവർത്തകന്റെ മനസ്സിലുള്ള പ്രേരണ തന്നെയാണ് സാമൂഹിക പ്രവർത്തനത്തിന്റെ യഥാർത്ഥ കാരണമെന്ന് ആര് വാദിച്ചു? വെബർ വാദിച്ചു. ആൻഡ് ദെൻ he defined social action as meaningful behavior oriented toward others and believed the main objective of sociology was the interpretive understanding of social action followed by spatial explanation. അതായത് മറ്റുള്ളവരെ ലക്ഷ്യമാക്കി അർത്ഥപൂർണമായി നടത്തുന്ന പെരുമാറ്റമാണ് സോഷ്യൽ ആക്ഷൻ, സാമൂഹിക പ്രവർത്തനം. മറ്റുള്ളവരെ ലക്ഷ്യമാക്കി മീനിങ് നടത്തുന്ന ഒരു അർത്ഥപൂർണമായി നടത്തുന്ന പ്രവർത്തനത്തെയാണ് ഇവിടെ എന്ത് പറയുന്നത്? സാമൂഹിക പ്രവർത്തനം എന്ന് പറയുന്നത്. He defined social action as meaningful behavior oriented toward others and believed the main objective to sociology was the interpretive understanding of social action. അതായത് മറ്റുള്ളവരെ ലക്ഷ്യമാക്കി അർത്ഥപൂർണമായി നടത്തുന്ന പെരുമാറ്റത്തെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സാമൂഹിക പ്രവർത്തനം എന്ന് നിർവചിച്ചു. മാത്രമല്ല, സാമൂഹിക പ്രവർത്തനത്തെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്? ഇന്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിങ്, വ്യാഖ്യാനാത്മകമായി മനസ്സിലാക്കാൻ ശ്രമിച്ചു. ദ ഇന്റർപ്രറ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സോഷ്യൽ ആക്ഷൻ, അതായത് സാമൂഹിക പ്രവർത്തനത്തെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ ശ്രമിച്ചത്? ഒരു ഇന്റർപ്രറ്റീവ്, വ്യാഖ്യാനാത്മകമായി മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ഫോളോഡ് ബൈ സ്പേഷ്യൽ എക്സ്പ്ലനേഷൻ, അതിന് കാരണമായ വിശദീകരണം നൽകുകയും ചെയ്തു. അതേപോലെ തന്നെ സോഷ്യൽ ആക്ഷനെ ഒരു വ്യാഖ്യാനാത്മകമായി അഥവാ ഇന്റർപ്രറ്റീവായി അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും അതിന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു. Thinkers like Raymond Aron illustrated this by showing how everyday action. അതേപോലെ തന്നെ സമൂഹശാസ്ത്രത്തിന്റെ മുഖ്യ ലക്ഷ്യം എന്തെന്ന് ആരും പറയുന്നുണ്ട്? റേമണ്ട് ആരോൺ പോലുള്ള ചിന്തകരും വ്യാഖ്യാനിക്കാൻ തുടങ്ങി. തിങ്കേഴ്സ് ലൈക്ക് റേമോണ്ട് ആരോൺ ഇലുസ്ട്രേറ്റഡ് ദിസ് ബൈ ഷോവിങ് ഹൗ എവരിഡേ ആക്ഷൻ, ഓരോ ദിനത്തിലുമുള്ള പ്രവർത്തനങ്ങൾ എന്താ എന്ന് വെബറിനെ പോലെ തന്നെ റേമോണ്ട് ആക്ഷനും ഇലുസ്ട്രേറ്റ് ചെയ്തു, പ്രസ്താവിച്ചു. such as stopping how everyday action, such as stopping at a red light, are understood through shared meaning rather than more observation. അപ്പോൾ വെബറിനെ പോലെ തന്നെ ഓരോ ദിവസത്തെയും സാമൂഹിക പ്രവർത്തനങ്ങളെ കുറിച്ച് റേമോണ്ട് ആരോണും പ്രസ്താവിച്ചു. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ചിന്തകൾ ചുവപ്പ് സിഗ്നലിന്റെ വാഹനം നിർത്തുന്നത് പോലെയുള്ള ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് പോലും വെറും നിരീക്ഷണത്തിലൂടെയല്ല പങ്കുവെക്കുന്ന അർത്ഥങ്ങൾ വഴിയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പൊ നമ്മളുടെ ചിന്തകൾ ഒരിക്കലും ഒരു റെഡ് ലൈറ്റ് കത്തുമ്പോൾ വാഹനങ്ങൾ നിൽക്കുന്നത് പോലെ നമ്മളുടെ ചിന്തകൾ നിൽക്കാൻ പാടില്ല. നമ്മളുടെ ചിന്തകൾ അർത്ഥപൂർണമായി പങ്കുവെക്കാൻ ശ്രമിക്കണമെന്നാണ് ആര് വ്യക്തമാക്കിയത്? റേമോണ്ട് ആരൺ. Thinkers like Raymond Aron illustrated this by showing how everyday action, such as stopping at a red light, ഒരു ദിനത്തിലെ നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത് വാഹനത്തിൽ ചുവന്ന ലൈറ്റ് കണ്ടു കഴിഞ്ഞാൽ വാഹനം നിർത്തും. അതുപോലെ നമ്മളുടെ ചിന്തകൾ നിൽക്കാൻ പാടില്ല. നമ്മളുടെ ചിന്തകൾ എങ്ങനെ ആയിരിക്കണം? മീനിങ്ഫുൾ, അർത്ഥപൂർണമായിരിക്കണം. മോർ ഒബ്സർവേഷൻ, നിരീക്ഷണപൂർവമായിരിക്കണം. നമ്മളുടെ ചിന്തകൾ നിരീക്ഷണപൂർവവും അർത്ഥപൂർണവുമായിരിക്കണം. ഒരിക്കലും ഒരു റെഡ് ലൈറ്റ് കണ്ടാൽ വാഹനം നിൽക്കുന്നത് പോലെ നമ്മളുടെ തോട്ടുകൾ നിൽക്കാൻ പാടില്ല എന്നാണ് ആര് വാദിച്ചത്? റേമോണ്ട് ആരോൺ. And then thus the Weber developed an alternative to positivism by stressing subjective experience, meaning and interpretation are central to sociological analysis. ഇങ്ങനെ വിഷയാനുഭവം, അർത്ഥം, വ്യാഖ്യാനം എന്നിവയെ
കേന്ദ്രമാക്കി വെബർ പോസിറ്റിവിസത്തിനുള്ള ഒരു സമാനമായ സമീപനത്തിലൂടെയാണ് ഏതിനെ വികസിപ്പിച്ചത്? സമൂഹശാസ്ത്രത്തെ വികസിപ്പിച്ചത്. Thus Weber developed an alternative to positivism by stressing subjective experience. സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വിഷയാനുഭവങ്ങളുടെയും മീനിങ് അർത്ഥങ്ങളുടെയും ഇന്റർപ്രിറ്റേഷൻ വ്യാഖ്യാനങ്ങളെ എന്നിവയെ കേന്ദ്രമാക്കി ഒരു പോസിറ്റിവിസത്തിനുള്ള ഒരു സമാനമായ സമീപനമായിട്ടാണ് സോഷ്യോളജിയെ അനലൈസ് ചെയ്തത്? വെബർ അനലൈസ് ചെയ്തത്. അപ്പൊ കുട്ടികളെ പേജ് 59 പേജ് 60 വരുന്ന അതായത് ഒരുപാട് പാരഗ്രാഫുകളിലായിട്ടാണ് ഇത് പറയുന്നത്. ഈ കാര്യങ്ങളാണ് ടീച്ചറോട് ഷോർട്ടായിട്ട് എഴുതിയിട്ടിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒറിജിൻസ് ഓഫ് ഇന്റർപ്രറ്റീവ് സോഷ്യോളജിയിലെ മാക്സ് വെബറിന്റെ കൺസെപ്റ്റിൽ മനസ്സിലാക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. മാക്സ് വെബറിന്റെ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമ്മൾക്ക് എടുക്കാനുള്ളത് സിംബോളിക് ഇന്ററാക്ഷനിസത്തെ കുറിച്ചാണ്. സിംബോളിക് ഇന്ററാക്ഷനിസം അതേപോലെ തന്നെ ജോർജ് ഹെർബർട്ട് മെഡ് പിന്നെ തുടങ്ങിയവരുടെയൊക്കെ തിയറികളാണ് നമുക്കിനി അടുത്ത ഭാഗത്ത് അനലൈസ് ചെയ്യാനുള്ളത്. അതിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് സിംബോളിക് ഇന്ററാക്ഷനിസം. വാട്ട് ഈസ് മീൻ ബൈ സിംബോളിക് ഇന്ററാക്ഷനിസം? എന്താണ് സിംബോളിക് ഇന്ററാക്ഷനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം, സിംബോളിക് ഇന്ററാക്ഷനിസം എന്ന് പറയുമ്പോൾ പ്രതീകാത്മകവാദം എന്ന് പറയും. എന്തിനെങ്കിലും അത് ഏതെങ്കിലും ഒരു കാര്യത്തെ പ്രതീകമായി സിംബോളിക് ആയിട്ട് പറയുമ്പോഴാണ് അതിനെ സിംബോളിക് ഇന്ററാക്ഷനിസം അഥവാ പ്രതീകാത്മകവാദം എന്ന് പറയുന്നത്. അപ്പോ ഈ പ്രതീകാത്മകവാദത്തെ കുറിച്ച് അഥവാ സിംബോളിക് ഇന്ററാക്ഷനെ കുറിച്ച് ആരാണ് അനലൈസ് ചെയ്തത് എന്നും എന്താണ് അതിന്റെ ഉൾക്കൊള്ളുന്നത് എന്നും ഒക്കെ നമുക്ക് പരിശോധിക്കാം. ശ്രദ്ധിക്കുക. Symbolic interactionism is a sociological perspective that originated in North America and focus on understanding society through every social interaction. അതായത് സിംബോളിക് ഇന്ററാക്ഷൻ അഥവാ പ്രതീകാത്മകവാദം വടക്കേ അമേരിക്കയിൽ ഉത്ഭവിച്ച ഒരു പ്രധാന സാമൂഹ്യ ശാസ്ത്രജ്ഞന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ആശയമാണ്. ജോർജ് ഹെർബർട്ട് മീഡ്. ഇപ്പൊ വടക്കേ അമേരിക്കയിലെ നോർത്ത് അമേരിക്കയിലെ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ജോർജ് ഹെർബർട്ട് മീഡ്, MEAD മീഡ്. അപ്പൊ ജോർജ് ഹെർബർട്ട് മീഡിന്റെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഒരു തിയറി, ഒരു സിദ്ധാന്തമാണ് സിംബോളിക് ഇന്ററാക്ഷനിസം. Symbolic interactionism is a sociological perspective. ഒരു സമൂഹശാസ്ത്രപരമായ കാഴ്ചപ്പാടാണ്. അത് എവിടെയാണ് ഒറിജിനേറ്റ് ചെയ്തത്, എവിടെയാണ് രൂപം കൊണ്ടത്? ഇൻ നോർത്ത് അമേരിക്ക. ആൻഡ് ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് സൊസൈറ്റി ത്രൂ എവരി ഡേ സോഷ്യൽ ഇന്ററാക്ഷൻ. അപ്പോ ഈ സിംബോളിക് ഇന്ററാക്ഷൻ എന്ന വാദം നോർത്ത് അമേരിക്കയിലെ ജോർജ് ഹെർബർട്ട് മീഡാണ് ഈ ഒരു സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് അഥവാ സമൂഹശാസ്ത്രപരമായ കാഴ്ചപ്പാടിന് രൂപം കൊടുത്തത്. അതേപോലെ തന്നെ അത് and later systematized and namely by his student Herbert Blumer. പിന്നീട് അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള ഹെർബർട്ട് ബ്ലൂമർ ആണ് ഈ സിംബോളിക് ഇന്ററാക്ഷനിസം എന്ന പേര് നൽകുകയും അതിനെ ക്രമബദ്ധമാക്കുകയും ചെയ്തത്. അപ്പോ ഈ ഒരു വാദം അമേരിക്കയിൽ ഉത്ഭവിച്ച ഒരു സമൂഹ ശാസ്ത്രജ്ഞന്റെ കാഴ്ചപ്പാടിലൂടെ ഉണ്ടായതാണ്. അത് ജോർജ് ഹെർബർട്ട് മെഡിന്റെ സോഷ്യോളജിക്കൽ പരമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെയാണ് ഈ ഒരു തിയറി ഉണ്ടായതെങ്കിലും ഇതിനെ വികസിപ്പിച്ചത് ആരാണ്? ഹെർബർട്ട് മെഡിന്റെ ശിഷ്യനായിട്ടുള്ള സ്റ്റുഡന്റ് ആയിട്ടുള്ള ഹെർബർട്ട് ബ്ലൂമർ. ജോർജ് ഹെർബർട്ട് മെഡിന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള ശിഷ്യനായിട്ടുള്ള ഹെർബർട്ട് ബ്ലൂമർ ആണ് ഈ ഒരു സിംബോളിക് ഇന്ററാക്ഷൻ എന്ന ഈ പേരിൽ ഈ തിയറിയെ വികസിപ്പിച്ചത്. ഇതൊരു സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ് ആണ്, സമൂഹശാസ്ത്രപരമായ കാഴ്ചപ്പാടാണ്. ഈ ഒരു തിയറിയെ ഈ ഒരു ലെവലിലേക്ക് കൊണ്ടുവന്നത് ഹെർബർട്ട് ബ്ലൂമർ ആണ്. This approach is often associated with the Chicago School of Sociology. അതേപോലെ തന്നെ ഇത് ചിക്കാഗോ സ്കൂൾ ഓഫ് സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ കുട്ടികളെ സിംബോളിക് ഇന്ററാക്ഷൻ ഏത്
സോഷ്യോളജിക്കൽ തോട്ടുമായി റിലേറ്റഡ് ആണ് ചിക്കാഗോ സ്കൂൾ ഓഫ് സോഷ്യോളജി. ദിസ് അപ്രോച്ച് ഈസ് ഓഫ്റ്റൻ അസോസിയേറ്റഡ് വിത്ത് ദ ചിക്കാഗോ സ്കൂൾ ഓഫ് സോഷ്യോളജി. ചിക്കാഗോ സ്കൂൾ ഓഫ് സോഷ്യോളജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഐഡിയോളജിയാണ് സിംബോളിക് ഇന്ററാക്ഷനിസം. ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജോർജ് ഹെർബർട്ട് മെഡ് ആണ്. പിന്നീട് ഇത് ഡെവലപ്പ് ചെയ്തത് സിംബോളിക് ഇന്ററാക്ഷൻ എന്ന പേരിലേക്ക് എത്തിച്ചത് ആരാണ്? ഹെർബർട്ട് മെഡിന്റെ ശിഷ്യനായിട്ടുള്ള ഹെർബർട്ട് ബ്ലൂമർ ആണ്. അതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫിൽ നോക്കൂ. The core idea of symbolic interaction is that human beings act based on the meanings things have for them, and these meaning arise from social interaction. ഈ സിദ്ധാന്തത്തിന്റെ മുഖ്യ ആശയം മനുഷ്യർ വസ്തുക്കളോടും സാഹചര്യങ്ങളോടും പെരുമാറുന്നത് അവയ്ക്ക് അവർ നൽകുന്ന അർത്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഈ ഒരു സിദ്ധാന്തത്തിന്റെ പ്രധാന ആശയം എന്താണ്? മനുഷ്യൻ എന്തിനോടൊക്കെ പെരുമാറുന്നത്? മനുഷ്യർ ഫാക്ട് എന്ന വസ്തുക്കൾ, ഫാക്ടിനോടും അതേപോലെ തന്നെ സിറ്റുവേഷൻ സാഹചര്യങ്ങളോടും, മനുഷ്യൻ സാഹചര്യങ്ങളോടും അത് വസ്തുക്കളോടും പെരുമാറുന്നത് അവർക്ക് അവർ നൽകുന്ന അർത്ഥം മീനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ്. ഓരോന്നിനും നമ്മൾ ഓരോ അർത്ഥം കൽപ്പിച്ചിട്ടുണ്ടായിരിക്കും. ആ മീനിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സാഹചര്യങ്ങളോടും വസ്തുക്കളോടും പെരുമാറുന്നത് എന്നാണ് ഈ തിയറിയിൽ വ്യക്തമാക്കുന്നത്. And then language and the symbol plays a crucial role in communication and in shaping individual behavior. മാത്രല്ല ഭാഷ ഇവിടെ ലാംഗ്വേജ് ആൻഡ് സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? ഭാഷയും ചിഹ്നങ്ങളും അതേപോലെ തന്നെ ആശയവിനിമയത്തിനും വ്യക്തിയുടെ പെരുമാറ്റ രൂപീകരണത്തിനും പ്രധാന പങ്ക് വഹിക്കുന്നു എന്നാണ് പറയുന്നത്. Language and symbol play a crucial role in communication. ആശയവിനിമയത്തിന് ലാംഗ്വേജും സിംബൽസും വളരെയധികം പ്രാധാന്യം വഹിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അതേപോലെ തന്നെ ആൻഡ് ഷേപ്പിംഗ് ഇൻഡിവിജ്വൽ ബിഹേവിയർ, മനുഷ്യന്റെ ബിഹേവിയറിനും കമ്മ്യൂണിക്കേഷനൊക്കെ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. ലാംഗ്വേജും സിംബൽസും വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്നാണ് അത് ഈ ഒരു തിയറിയിലൂടെ വ്യക്തമാക്കുന്നത്. Society therefore is seen as a continuous process created and recreated through interaction. അതേപോലെ തന്നെ സമൂഹം എന്ന് പറയുന്നത് എങ്ങനെയാണ്? കണ്ടിന്യൂസ് പ്രോസസ്, ഒരു തുടർച്ചയായ പ്രക്രിയയാണ്. ക്രിയേറ്റഡ് ആൻഡ് റീക്രിയേറ്റഡ്. സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രക്രിയയും അത് ക്രിയേറ്റഡും ആണ്. ഒന്നുണ്ടാവുന്നു, അതിനോടൊപ്പം തന്നെ വീണ്ടും എന്ത് ചെയ്യപ്പെടുന്നു? അപ്പൊ സാമൂഹികമായിട്ടുള്ള സോഷ്യൽ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സും ആണ്. അത് ക്രിയേറ്റഡും ആണ്, റീക്രിയേറ്റഡും ആണ്. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതേപോലെ പിന്നെ അടുത്ത പാരഗ്രാഫിൽ പറയാണ് symbolic interactionism emphasizes the social construction of the self, interpretation of action and face-to-face interaction rather than large social structures. അതായത് സിംബോളിക് ഇന്ററാക്ഷനിസം, പ്രതീകാത്മക അന്തർക്രിയാവാദം എന്നൊക്കെയാണ് സിംബോളിക് ഇന്ററാക്ഷന്റെ മലയാളം. നമുക്ക് സിംബോളിക് ഇന്ററാക്ഷൻ മനസ്സിലാക്കിയാൽ മതി. പ്രതീകാത്മക വാദം, വ്യാഖ്യാനവാദം. ഇന്ററാക്ഷനിസം എന്നാണ് വ്യാഖ്യാനിക്കുക. സിംബോളിക് ഇന്ററാക്ഷനിസം എന്നാണ് പ്രതീകാത്മകമായി വ്യാഖ്യാനിക്കുക. അപ്പൊ ഈ സിംബോളിക് ഇന്ററാക്ഷനിസം എന്ന ആശയം എന്തുമായി നിലനിൽക്കുന്നു? സിംബോളിക് ഇന്ററാക്ഷനിസം എംഫസൈസ് ദ സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് ദ സെൽഫ്. സെൽഫ് എന്ന ആശയത്തിന്റെ സാമൂഹിക നിർമ്മാണത്തെയും അപ്പോ ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് ദ സെൽഫ്, ഇന്റർപ്രിറ്റേഷൻ ഓഫ് ആക്ഷൻ, സാമൂഹിക നിർമ്മാണത്തെയും നേരിട്ടുള്ള സാമൂഹിക ഇടപെടലുകളെയും പ്രത്യേകിച്ച് പ്രാധാന്യം നൽകുന്നു. അതുകൊണ്ടാണ് സെൽഫ് എന്ന് പറയുന്നത്, സ്വയം. Symbolic interactionism emphasizes social construction of the self, interpretation of action. അപ്പൊ സിംബോളിക് ഇന്ററാക്ഷനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് ലൈഫിനെയും ഇന്റർപ്രിറ്റേഷൻ ഓഫ് ആക്ഷനെയും ഉൾക്കൊള്ളുന്നു, പ്രാധാന്യം നൽകുന്നു. ആൻഡ് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ rather than large social structures. അതേപോലെ തന്നെ അത് എന്താണ്? ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞ
ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുഖാമുഖമുള്ള ഇടപെടലിനെക്കാട്ടിലും അത് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ലാർജ് സോഷ്യൽ സ്ട്രക്ചേഴ്സ്, സാമൂഹിക അതായത് ഇവിടെ എന്താ ഉദ്ദേശം? ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ rather than ലാർജ് സോഷ്യൽ സ്ട്രക്ചേഴ്സ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? അതായത് സാമൂഹിക ഘടനകളെക്കാൾ വ്യക്തികളുടെ മുഖാമുഖമുള്ള പ്രവർത്തനങ്ങൾക്കാണ് അതെന്ത് കൊടുക്കുക? ഇടപെടലിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആൻഡ് ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ rather than ലാർജ് സോഷ്യൽ സ്ട്രക്ചേഴ്സ്. ലാർജ് സോഷ്യൽ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സാമൂഹിക ഘടന. സോഷ്യൽ സ്ട്രക്ചറിനേക്കാൾ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ, മുഖാമുഖമുള്ള ഇടപെടലിനാണ് ഈ സിംബോളിക് ഇന്ററാക്ഷൻ എന്ത് കൊടുക്കുന്നത്? പ്രാധാന്യം കൊടുക്കുന്നത്. സിംബോളിക് ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. സോഷ്യൽ കൺസ്ട്രക്ഷൻ ഓഫ് ലൈഫും വരുന്നുണ്ട്, ഇന്റർപ്രിറ്റേഷൻ ഓഫ് ആക്ഷനും വരുന്നുണ്ട്. അതിനുശേഷം എന്താണ് പറയുന്നത്? തിയറി ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ലാർജ് സോഷ്യൽ സ്ട്രക്ചേഴ്സ്. സാമൂഹിക ഘടനയെക്കാട്ടിലും ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് ഇവിടെ എന്തിനാണെന്ന് പറയുന്നത്? മുഖാമുഖമുള്ള വ്യക്തികളുടെ മുഖമുള്ള ഇടപെടലിനാണ് എന്നാണ് വ്യക്തമാക്കുന്നത്. It views sociology as a social psychological perspective. അതുകൊണ്ട് സോഷ്യോളജി എന്തുമായി കാഴ്ചപ്പാടാണ്? ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ആണ്. It views sociology as a social psychological perspective. സമൂഹശാസ്ത്രം എപ്പോഴും ഏത് തരത്തിലുള്ള കാഴ്ചപ്പാടാണ്? ഒരു സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ആണ് എന്നാ പറയുന്നത്. സമൂഹശാസ്ത്രം എപ്പോഴും ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള സമീപനമാണ് കണക്കാക്കുന്നത്. ഫോക്കസിംഗ് ഓൺ ഇൻഡിവിജ്വൽ ബിഹേവിയർ, സോഷ്യൽ ആക്ഷൻ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ് rather than അബ്സ്ട്രാക്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതേപോലെ തന്നെ അബ്സ്ട്രാക്ട് ഇൻസ്റ്റിറ്റ്യൂഷനേക്കാൾ ഇവിടെ എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? ഇൻഡിവിജ്വൽ ബിഹേവിയറിനും സോഷ്യൽ ആക്ഷനും സോഷ്യൽ റിലേഷൻഷിപ്പിനുമാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അബ്സ്ട്രാക്ട് ഇൻസ്റ്റിറ്റ്യൂഷനേക്കാട്ടിലും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇൻഡിവിജ്വൽ ബിഹേവിയർ, അതായത് വ്യക്തികളുടെ സ്വഭാവത്തിനും സോഷ്യൽ ആക്ഷൻ സാമൂഹിക പ്രവർത്തനങ്ങൾക്കും അതേപോലെ തന്നെ സോഷ്യൽ റിലേഷൻ സാമൂഹിക ബന്ധങ്ങൾക്കുമാണ് ഏതിനേക്കാൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്? അബ്സ്ട്രാക്ട് ഇൻസ്റ്റിറ്റ്യൂഷനേക്കാൾ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് ഇൻഡിവിജ്വൽ ബിഹേവിയർ, സോഷ്യൽ ആക്ഷൻ, സോഷ്യൽ റിലേഷൻഷിപ്പ്. അതുകൊണ്ടാണ് സോഷ്യോളജി ആസ് എ സോഷ്യൽ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. സോഷ്യോളജി എന്ന് പറയുന്നത് എങ്ങനെയാണ്? സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവ് ആണ്. സോഷ്യോളജിയിൽ എപ്പോഴും ഒരു സൈക്കോളജിക്കൽ അറ്റംപ്റ്റ് ഉണ്ടായിരിക്കും. മനുഷ്യനെ മനസ്സിലാക്കുന്ന ശാസ്ത്രമാണ് സോഷ്യോളജി. അതുകൊണ്ട് സോഷ്യോളജിയിൽ എപ്പോഴും ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള മനഃശാസ്ത്രപരമായ കാഴ്ചപ്പാട് ഏതിൽ നിലനിൽക്കുന്നുണ്ട്? സോഷ്യോളജിയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അബ്സ്ട്രാക്ട് ഇൻസ്റ്റിറ്റ്യൂഷനെക്കാട്ടിലും ഏതിന് പ്രാധാന്യം കൊടുക്കുന്നത്? ഇൻഡിവിജ്വൽ ബിഹേവിയർ, സോഷ്യൽ ആക്ഷൻ ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്. ഇതിനെയാണ് സിംബോളിക് ഇന്ററാക്ഷനിസം എന്ന് പറയുക. ഇത് ഡെവലപ്പ് ചെയ്തത് ആരാണ്? ജോർജ് ഹെർബർട്ട് മെഡ് ആണ്. അതായത് നോർത്ത് അമേരിക്കയിലെ ഒരു സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ജോർജ് ഹെർബർട്ട് മെഡ് ആണ് ഇത് കൊണ്ടുവന്നത്. പക്ഷെ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചത് ആരാണ്? അദ്ദേഹത്തിന്റെ ശിഷ്യനായിട്ടുള്ള ഹെർബർട്ട് ബ്ലൂമർ ആണ്. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജോർജ് ഹെർബർട്ട് മെഡിനെ കുറിച്ചും ഹെർബർട്ട് ബ്ലൂമറിനെ കുറിച്ചാണ് കേട്ടോ. അപ്പൊ ഈ ഒരു യൂണിറ്റിൽ ഇനി നമുക്ക് ഹെർബർട്ട് മെഡ്, ഹെർബർട്ട് ബ്ലൂമറെ, പിന്നെ അതേപോലെ ഒരു 2-3 ചെറിയ തിയറികളും കൂടി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ വൈൻഡപ്പ് ആവും. അപ്പൊ നമുക്ക് ഇനി ഹെർബർട്ട് മെഡിനെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന് പരിശോധിക്കാം. ഓക്കെ.